അസ്ജുദു ലിമൻ ഖലഖത തീനാ, നീ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചവന് ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന് പരിശുദ്ധ ഖുർആൻ 3-4 സ്ഥലത്ത് പറഞ്ഞിട്ടും അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഇബ്ലീസ് ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു വ്യാഖ്യാനം ഇബ്ലീസിന്റെ മേൽ ആരോപിച്ച ഇബ്ലീസുകളെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷ കിട്ടുകയില്ല. എന്നിട്ട് പറയാണ് ഇബ്ലീസിന്റെ തൗഹീദാ മുജാഹിദീങ്ങളെ തൗഹീദ്. എന്താ? ഞാൻ അള്ളാഹ്ക്ക് എത്ര സുജൂദ് വേണമെങ്കിലും ചെയ്തോളാ, ഞാൻ ആദമിന് സുജൂദ് ചെയ്യൂല. അപ്പൊ സിട്ടിക്ക് സുജൂദ് ചെയ്യൂല എന്നുള്ള അഹംഭാവം, അപ്പൊ അത് വഹാബികളാശിയ. അപ്പൊ നിങ്ങളെ വാദപ്പം എന്താ? സിട്ടിക്ക് സുജൂദ് ചെയ്യാനാ? പിന്നെ എന്തിനാ കൊണ്ടോട്ടി തരീക്കത്തിനെ പണ്ടുകൾ എതിർത്തത്? മുരീദന്മാര് ശൈഖിന് മുമ്പിൽ സുജൂദ് ചെയ്യണം എന്ന് നിയമം വെച്ചപ്പോ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പാരമ്പര്യമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. സൈനുദ്ദീൻ മഖ്ദൂം അടക്കമുള്ള പൊന്നാനിയിലെ പണ്ഡിതന്മാർ എന്തിനാ എതിർത്തത്? അല്ലേ? ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം അതാണെന്ന് അവർക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് അവർ എതിർത്തത്. മാത്രമല്ല സുഹൃത്തുക്കളെ, ആ സുജൂദ് ആദമിനുള്ള ഇബാദത്തല്ല, അള്ളാഹുവിനുള്ള ഇബാദത്താണ്. എന്തുകൊണ്ടാ മലക്കുകൾ ആദമിന് സുജൂദ് ചെയ്തത്? അഖ്സാ ആയത്തിൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ആദമിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചതാണോ? അല്ല. ആദമിന്റെ മുമ്പിലല്ല വിനയവും താഴ്മയും പ്രകടിപ്പിച്ചത്, അത് അള്ളാഹുവിന്റെ മുമ്പിലാണ്. ആദമിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. താഴ്മയും വിനയവും യഥാർത്ഥത്തിൽ അള്ളാഹുവിനാണ്. എന്നിട്ട് വൈസി ചോദിക്കാണ്, മലക്കുകൾ സിദ്ധിക്ക് സുജൂദ് ചെയ്തില്ലേ? അത് ആൾദൈവ സംസ്കാരമല്ലേ? സുജൂദിന് നിന്നുകൊടുത്തുന്ന ആദം ആൾദൈവ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചില്ലേ? പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞതുകൊണ്ടാ. ആദമിന് സുജൂദ് ചേർന്ന് അള്ളാഹ് പറഞ്ഞു, അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു. അള്ളാഹ് പറഞ്ഞാ പിന്നെ അതെങ്ങനെ ആൾദൈവ സംസ്കാരമാകും? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയെ അനുസരിക്കുകയും അള്ളാഹു പറഞ്ഞത് അപ്പടി പിൻപറ്റുകയുമാണ് യഥാർത്ഥത്തിൽ മലക്കുകൾ ചെയ്തത്. അപ്പൊ നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുന്നു, കഅബത്തിനാ സുജൂദ്? അല്ല. പള്ളിയുടെ മിഹ്റാബിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുന്നു, മിഹ്റാബിനോ പള്ളിക്കോ ആണ് സുജൂദ്? അല്ല, സുജൂദ് അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ വിനയവും താഴ്മയും അതിന്റെ അങ്ങേയറ്റം ആദമിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണെന്ന് ഒരിക്കലും തന്നെ മലക്കുകൾ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ചു വന്നതിന് തെളിവില്ല. എന്റെ മുമ്പിൽ ഇപ്പോൾ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഇതാ ഈ മലക്കുകൾ പ്രകടിപ്പിച്ചിരിക്കുന്നു, ഞാൻ ആൾദൈവമായിരിക്കുന്നു എന്ന് ആദമും വിചാരിച്ചിട്ടില്ല. ഇതെല്ലാം മുസ്ലിയാക്കന്മാര് അവരുടെ ആൾദൈവ സംസ്കാരത്തിന് പിന്തുണയുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അപ്പൊ മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിലൂടെ അള്ളാഹുവിനോട് വിനയവും താഴ്മയും പ്രകടിപ്പിച്ചു. അതുകൊണ്ട് മലക്കുകൾ ആദമിന് ചെയ്ത സുജൂദ് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്, അല്ലാതെ ഒരിക്കലും തന്നെ ആദമിനുള്ള ഇബാദത്തല്ല. സൃഷ്ടിക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. സുജൂദ് അള്ളാഹുവിന്റെ മാത്രമെന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ തത്വം, അത് ഇബ്ലീസിന്റെ തത്വമല്ല. ഇബ്ലീസിന്റെ പേരിൽ ഇല്ലാത്തത് പറയുന്ന മുസ്ലിയാക്കന്മാർ പരിശുദ്ധ ഖുർആനിനെ കടുത്ത ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഇതിനാ മൂപ്പര് പറഞ്ഞത് ഖുർആൻ കൊണ്ട് തന്നെ ഞാൻ തെളിയിക്കും. ഇങ്ങനെ തെളിയിച്ചാൽ എന്താ തെളിയാത്തത്? എല്ലാം തെളിയിക്ക. നീളുള്ള ഒരു നാവ്, എല്ലില്ലാത്ത നാവുണ്ടായാൽ, വായാടിത്തമുണ്ടെങ്കിൽ എന്താ തെളിയിച്ചു കൂടാത്തത്? പക്ഷേ അത് ഇസ്ലാമിന്റെ പേരിൽ സാധാരണക്കാരുടെ മുമ്പിൽ വില പോവുകയില്ല. പണ്ടത്തെ കാലമൊക്കെ ഉണ്ട്, നിങ്ങൾ പറഞ്ഞ് ചങ്ക് തൊടാതെ വിഴുങ്ങിയൊരു കൗമ്. ഇപ്പോഴാ കൗമില്ല. വഹാബിയുടെ പ്രസംഗം കേൾക്കാൻ പോകരുത് എന്ന് പറഞ്ഞാൽ പോകാത്തൊരു കൗമ്. ആ കൗമൊക്കെ മൺമറഞ്ഞു പോയി. പ്രത്യേകിച്ച് മഞ്ചേരിയിൽ നിങ്ങൾക്ക് നടക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇബ്ലീസി പറഞ്ഞ വാദം ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അള്ളാഹുവേ, നിനക്ക് എത്ര സുജൂദ് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം, അതിനെനിക്ക് പ്രശ്നമില്ല. ആദമിന് സുജൂദ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല. ആദമിനെ അടയാളനാക്കിക്കൊണ്ട് മധ്യവർത്തിയായിക്കൊണ്ട് നിനക്ക് ഞാൻ സുജൂദ് ചെയ്യൂല. നിന്നിലേക്ക് അടുപ്പിക്കാൻ ആദമെന്ന മധ്യവർത്തി വേണമെന്ന് ഞാൻ അംഗീകരിക്കൂല എന്നൊക്കെ നിങ്ങൾ ഇബ്ലീസിന്റെ പേരിൽ പറഞ്ഞല്ലോ. അത് ഏത് കിതാബിലുള്ളത്? അള്ളാന്റെ കിതാബിലുണ്ട്. അള്ളയാണല്ലോ പറയേണ്ടത്. ഈ സൃഷ്ടിച്ച കാലത്ത്, ആദമിനെ സൃഷ്ടിച്ച കാലത്ത് നിങ്ങളുണ്ടോ? ഈ പൈസ ഉണ്ടോ? ആരുമില്ലല്ലോ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ഞാൻ അവരെ സാക്ഷികളാക്കിയിട്ടില്ല എന്ന് അല്ലാഹു പറയുന്നു. അവരെ പടക്കുന്നതിനും ഞാൻ സാക്ഷികളാക്കിയിട്ടില്ല. വഴിപിഴപ്പിക്കുന്ന പിശാചുക്കളെ ഞാൻ സഹായികളാക്കി വെക്കുകയുമില്ല. കണ്ടോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചപ്പോഴോ നമ്മളെ സൃഷ്ടിച്ചപ്പോഴോ ഒന്നും നമ്മളാരും അവിടെ ഇല്ലല്ലോ. അപ്പൊ ആ സംഗതിയെ പറ്റി അള്ളാഹ് എന്താ പറഞ്ഞത്? അത് വിശ്വസിക്ക. ആദമിനെ സൃഷ്ടിച്ചതും ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞതൊക്കെ അള്ളാഹു ആ കാലഘട്ടത്തിൽ അവന് മാത്രം അറിയുന്ന കാര്യം ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചതാ. അതിലില്ലാത്തൊരു വിശദീകരണം നമ്മളെ വക പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് പറയലാണ്. അള്ളാഹു പറയാത്ത അള്ളാഹിന്റെ പേരിൽ പറഞ്ഞാൽ അത് കടുത്ത കുറ്റമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.